السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. ഏറ്റവും ബഹുമാനമുള്ള ശ്രോതാക്കളെ, എല്ലാ ചൊവ്വാഴ്ചയും തുടർച്ചയായി നാം നടത്തിവരുന്ന തൗഹീദ് പഠന വേദിയിലാണ്, സന്ദർഭത്തിലാണ് നാം ഒത്തുകൂടിയിട്ടുള്ളത്. കഴിഞ്ഞ പല ക്ലാസ്സുകളിലായി തൗഹീദ് എന്ന വിഷയത്തിൽ പല വിഷയങ്ങളിലും നാം ചർച്ച നടത്തി. ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ ചർച്ചകളുടെ ബാക്കി എന്ന നിലക്ക് തൗഹീദുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെല്ലാം സുലൈമാൻ മൗലവി മൈസൂർ നടത്തും. അതിനുശേഷം കുറച്ചു സമയം അത് സംബന്ധമായുള്ള സംശയ നിവാരണവും ചർച്ചയും നമുക്ക് നടത്താം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വിഷയാവതരണത്തിന് വേണ്ടി സുലൈമാൻ മൗലവി മൈസൂർ BHSS എന്ന ഐഡിയിൽ നിന്ന് മൈക്കിലേക്ക് വരും. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وابتغوا إليه الوسيلة وجاهدوا في سبيله لعلكم تفلحون. صدق الله العلي العظيم. കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലെ സഹൃദയരായ ശ്രോതാക്കളെ, സത്യദീനിനെ മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു തആല നാം ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. തൗഹീദുമായി ബന്ധപ്പെട്ട തുടർ ചർച്ചയിലാണ് നാം ഇന്നുള്ളത്. കഴിഞ്ഞ 5 ക്ലാസ്സുകളിലായി തൗഹീദിനെ കുറിച്ചും ശിർക്കിനെ കുറിച്ചും സമഗ്രമായി നാം പ്രതിപാദിച്ചു. മാത്രമല്ല, നവീനവാദികൾ സുന്നികളെ വിമർശിക്കാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഇസ്തിഗാസ അഥവാ മരിച്ചുപോയ മഹാത്മാക്കളുടെ സഹായത്തിന് നടത്തൽ പരിശുദ്ധ ദീനിൽ അംഗീകരിക്കപ്പെട്ടതാണ്. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അതിനെ ശരിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുണ്യാത്മാക്കളോട് ഇസ്തിഗാസ നടത്തുകയും അവിടുത്തെ അനുചരന്മാരോട് ഇസ്തിഗാസ നടത്താൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, മദ്ഹബിന്റെ 4 ഇമാമുമാരടക്കമുള്ള പൂർവ്വസൂരികൾ മുഴുവനും ഇസ്തിഗാസ നടത്തുകയും അതിനെ ശരിവെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിത്യാദി കാര്യങ്ങളെല്ലാം പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ നാം സമർത്ഥിക്കുകയുണ്ടായി. എന്നാൽ ഇതുപോലെ പുത്തൻവാദികൾ സുന്നികളെ രൂക്ഷമായി വിമർശിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സുന്നികൾ തവസ്സുൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അതായത് മഹാത്മാക്കളെ മുൻനിർത്തി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ള കാര്യം. ഇതുമായി ബന്ധപ്പെട്ട പരിശുദ്ധ ദീനിന്റെ നിലപാട് എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ച. പ്രിയമുള്ള ശ്രോതാക്കളെ, ദുആ അഥവാ പ്രാർത്ഥന മുഅ്മിനിന്റെ ജീവിതത്തിൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അദ്ദുആഉ സിലാഹുൽ മുഅ്മിനി വ ഇമാദുദ്ദീൻ വ നൂറുസ് സമാവാതി വൽ അർള്. ദുആ മുഅ്മിനിന്റെ ആയുധമാണ്, ദീനിന്റെ നെടുന്തൂണാണ്. അതായത് ഒരു മുഅ്മിനായ മനുഷ്യന് വിപത്തുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും രക്ഷ നേടാനും അവന്റെ ഇഹപര വിജയം കൈവരിക്കാനുമുള്ള അവന്റെ ആയുധമാണ് ദുആ. ഇതുപോലെ ദുആന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അറിയിക്കുന്ന നിരവധി ആയത്തുകളും ഹദീസുകളും നമുക്ക് കാണാൻ സാധിക്കും.
മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അദ്ദുആഉ മുഹുൽ ഇബാദ, ദുആ ഇബാദത്തിന്റെ മജ്ജയാകുന്നു. അതായത് ഇബാദത്തിനെ പരിപൂർണമാക്കുന്ന ഘടകങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ദുആ. ഇപ്രകാരം തന്നെ ദുആ ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖുൽ മാ യഅബു ബികും റബ്ബി ലൗലാ ദുആഉകും. നബിയെ, തങ്ങൾ അങ്ങയുടെ ഉമ്മത്തിനോടായിക്കൊണ്ട് പറയണം, മാ യഅബു ബികും റബ്ബി ലൗലാ ദുആഉകും, നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നില്ല എങ്കിൽ അല്ലാഹു നിങ്ങളെ പരിഗണിക്കുകയില്ല, അല്ലാഹു നിങ്ങളെ കണക്കിലെടുക്കുകയില്ല. പരിശുദ്ധ ഖുർആനിന്റെ മറ്റൊരു ഭാഗത്തായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക, നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകാം. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ആ ദുആക്കുള്ള ഇജാബത്ത് അല്ലാഹു തന്നെ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പക്ഷേ അല്ലാഹു വാഗ്ദാനം ചെയ്ത ഈ ഇജാബത്ത് ലഭിക്കണമെങ്കിൽ എങ്ങനെയെങ്കിലും ദുആ ചെയ്താൽ മതിയാവുകയില്ല. ദുആഇന് ചില നിബന്ധനകളും ആദാബുകളും മര്യാദകളും പരിശുദ്ധ ദീൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഉദാഹരണമായി ദുആ ചെയ്യുമ്പോൾ വുളു ഉണ്ടായിരിക്കുക, ഖിബ്ലക്ക് മുന്നിട്ടുകൊണ്ട് ദുആ ചെയ്യുക, ഭയഭക്തിയോടുകൂടെ ദുആ ചെയ്യുക, ഇജാബത്തിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ദുആ ചെയ്യുക എന്നീ കാര്യങ്ങളെല്ലാം ദുആഇനുള്ള അതുപോലെപ്പെട്ട കാര്യങ്ങളാണ്. എന്നാൽ ഇതുപോലെ ദുആഇന് ഇജാബത്ത് ലഭിക്കുവാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തവസ്സുലാക്കിക്കൊണ്ട് ദുആ ചെയ്യുക എന്നുള്ളത്. അതായത് മഹാന്മാരെ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ, മുഹ്യിദ്ദീൻ ശൈഖിന്റെ ഹക്ക് കൊണ്ട് എന്റെ രോഗം ശിഫയാക്കണേ, ബദരീകളുടെ ബറക്കത്ത് കൊണ്ട് എന്റെ പ്രയാസങ്ങൾ നീക്കിത്തരണേ, മമ്പൂർ തങ്ങളുടെ ജാഹ് കൊണ്ട് എന്റെ കാര്യങ്ങൾ സാധിപ്പിച്ചു തരണേ, ഇങ്ങനെല്ലാം ദുആ ചെയ്യൽ. ചുരുക്കത്തിൽ എന്തിനാണ് തവസ്സുൽ ചെയ്യുന്നത്? ദുആ മഖബൂലാകാനും ദുആന് ഇജാബത്ത് ലഭിക്കാനുമാണ് തവസ്സുലാക്കി ദുആ ചെയ്യുന്നത്. ഇക്കാര്യം ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീറിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനവറുകൾ പറയുന്നു, അന്ന തഖ്ദീമൽ വസീലത്തി അലാ തലബിൽ ഹാജത്തി അദ്ആ ഇലൽ ഇജാബ. ദുആ ചെയ്യുമ്പോൾ തവസ്സുലാക്കിക്കൊണ്ട് ദുആ ചെയ്താൽ അത് ഇജാബത്തിലേക്ക് ഏറ്റവും പ്രേരകമാകുന്ന കാര്യമാണ്. എന്നാൽ പ്രിയമുള്ള ശ്രോതാക്കളെ, ഖേദകരമെന്ന് പറയട്ടെ, മറ്റു പലതിനെയും എതിർക്കാറുള്ളതുപോലെ വഹാബികൾ ഇങ്ങനെ തവസ്സുലാക്കി ദുആ ചെയ്യുന്നതിനെയും അവർ രൂക്ഷമായി വിമർശിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ഈ വിമർശനം സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് അവരിങ്ങനെ വിമർശിക്കുന്നത്? ഒന്നുകിൽ അവരുടെ വിവരമില്ലായ്മ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ മാർക്കടമുഷ്ടി കൊണ്ടായിരിക്കാം. കാരണം പരിശുദ്ധ ദീനിന്റെ പ്രമാണങ്ങളിൽ വളരെ വ്യക്തമായ തെളിവുകൾ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ് തവസ്സുൽ. മാത്രമല്ല, മുസ്ലിം ലോകത്ത് സ്വീകാര്യനായ ഒറ്റ ഇമാം പോലും തവസ്സുലിനെ എതിർക്കുകയോ വിമർശിക്കുകയോ ചെയ്തിട്ടില്ല. യഥാർത്ഥത്തിൽ എന്താണ് തവസ്സുൽ? അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച, ബഹുമാനിച്ച, മഹത്വം കൽപ്പിച്ച ഒരു വസ്തുവിനോട് നമുക്കുള്ള ബന്ധം പ്രകടിപ്പിക്കുക, ഇതാണ് തവസ്സുൽ. അല്ലാഹു ആദരിച്ച, ബഹുമാനിച്ച, മഹത്വം കൽപ്പിച്ച വസ്തുക്കളോട് ബന്ധം പ്രകടിപ്പിക്കുമ്പോൾ ആ ബന്ധം പ്രകടിപ്പിക്കാൻ വേണ്ടി പല വാക്കുകളും ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണമായി നേരത്തെ പറഞ്ഞതുപോലെ, മുഹ്യിദ്ദീൻ ശൈഖിന്റെ ഹക്ക് കൊണ്ട് രോഗം ശിഫയാക്കി തരണേ, ബദരീകളുടെ ബറക്കത്ത് കൊണ്ട് കാര്യങ്ങൾ സാധിപ്പിച്ചു തരണേ, മമ്പൂർ തങ്ങളുടെ ജാഹ് കൊണ്ട് പ്രയാസങ്ങൾ നീക്കി തരണേ എന്നിങ്ങനെയുള്ള വാക്കുകളെല്ലാം ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെ തവസ്സുലാക്കി ദുആ ചെയ്യാൻ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും
അതിനെ അംഗീകരിക്കുകയും നിർദ്ദേശിക്കുകയും ചെയ്യുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മാഇദയിലെ 35-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വബ്തഗൂ ഇലൈഹിൽ വസീല വജാഹിദൂ ഫീ സബീലിഹി ലഅല്ലകും തുഫ്ലിഹൂൻ. ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ വിജയികളാകാൻ വേണ്ടി അല്ലാഹുവിനെ ഭയക്കുകയും അവനിലേക്ക് നിങ്ങൾ തവസ്സുലാക്കുകയും അവന്റെ മാർഗത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്യുകയും ചെയ്യുക. തവസ്സുൽ ചെയ്യുവാനുള്ള വിശുദ്ധ ഖുർആനിന്റെ നിർദ്ദേശമാണ് ഈ ആയത്തിലുള്ളത്. മാത്രമല്ല സൂറത്തുൽ ബഖറയിലെ 89-ാമത്തെ ആയത്തിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തവസ്സുലാക്കി പ്രാർത്ഥിക്കുന്ന സംഭവത്തെ അംഗീകരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, وَكَانُوا مِن قَبْلُ يَسْتَفْتِحُونَ عَلَى الَّذِينَ كَفَرُوا. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രവാചകനായി നിയോഗിക്കുന്നതിന് മുമ്പ് തന്നെ മദീനയിലെ മുശ്രിക്കുകളായിരുന്ന ഖൗസ് ഖസ്റജ് ഗോത്രക്കാർ അവർക്കെതിരിൽ ജൂതന്മാർ യുദ്ധം നടത്തിയിരുന്നു. അങ്ങനെ യുദ്ധം നടക്കുമ്പോൾ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ ജൂതന്മാർ പരാജയപ്പെടുമെന്ന അവസ്ഥയിലെത്തുമ്പോൾ യുദ്ധക്കളത്തിലേക്ക് അവരുടെ വേദഗ്രന്ഥമാകുന്ന തൗറാത്ത് കൊണ്ടുവരികയും ആ തൗറാത്തിൽ അന്ത്യപ്രവാചകനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രതിപാദിക്കുന്ന ആ ഭാഗത്ത് കൈവച്ചുകൊണ്ട് അവര് നിബിതങ്ങളെ തവസ്സുലാക്കിക്കൊണ്ട് അവര് യുദ്ധത്തിൽ വിജയം തേടുകയും ചെയ്തിരുന്നു. അങ്ങനെ അവർ തവസ്സുലാക്കിക്കൊണ്ട് ദുആ ചെയ്യുമ്പോഴെല്ലാം അവർക്ക് വിജയം ലഭിക്കുകയും ചെയ്തിരുന്നു. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഈ ആയത്തിന്റെ വിശദീകരണം തഫ്സീറുൽ ഖുർത്തുബിയിൽ കാണാം. ഇന്ന നസ്അലുക ബിഹഖിൻ നബിയിൽ ഉമ്മിയിൽ ലദീ വഅദ്തനാ അൻ തുഖ്രിജഹു ലനാ ഫീ ആഖിരി സമാൻ ഇല്ലാ തൻസുർനാ അലൈഹിം. ജൂതന്മാര് ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ, അവസാന കാലത്ത് നീ ഞങ്ങൾക്ക് അയച്ചു തരാമെന്ന് വാഗ്ദാനം ചെയ്ത നബിയുടെ ഹക്ക് കൊണ്ട് നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു, ഈ ശത്രുക്കൾക്കെതിരെ ഞങ്ങളെ നീ സഹായിക്കണേ. ഇങ്ങനെ അവർ തവസ്സുലാക്കി ദുആ ചെയ്യുമ്പോഴെല്ലാം അവർക്ക് വിജയം ലഭിക്കാറുണ്ട്. ഈ സംഭവത്തെ തഫ്സീറുൽ ഖുർത്തുബിയിലും തഫ്സീർ അബൂ സഊദിയിലും തഫ്സീർ റാസിയിലും ഇതുപോലെയുള്ള പ്രമുഖ തഫ്സീർ ഗ്രന്ഥങ്ങളിലെല്ലാം രേഖപ്പെടുത്തുകയും ഇങ്ങനെ തവസ്സുലാക്കി ദുആ ചെയ്യുന്നതിനെ അവർ അംഗീകരിക്കുകയും ചെയ്തതാണ്. ഇത് അഹ്ലുൽ കിതാബിന്റെ പ്രവർത്തനമാണെങ്കിലും വിശുദ്ധ ഖുർആനിൽ ഇതിനെ ശരിവെച്ചുകൊണ്ടും പ്രേരിപ്പിച്ചുകൊണ്ടുമാണ് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത്. ഹദീസുകൾ പരിശോധിച്ചാലും ഇങ്ങനെ തവസ്സുലാക്കി പ്രാർത്ഥിക്കുന്നതിന്റെ പ്രോത്സാഹിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തവസ്സുലാക്കിക്കൊണ്ട് ദുആ ചെയ്ത സംഭവം മഹാനായ ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹു തന്റെ സ്വഹീഹുൽ ബുഖാരിയിൽ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചുകൊണ്ട് റിവായത്ത് ചെയ്യുന്നതായിട്ട് കാണാം. അന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു كان إذا قحط استسقى بالعباس بن عبد المطلب فقال اللهم إنا كنا نتوسل إليك بنبينا فتسقينا وإنا نتوسل إليك بعم نبينا فاسقنا. ഉമർ റളിയല്ലാഹു അൻഹു അവർക്ക് ക്ഷാമം അനുഭവപ്പെടുമ്പോൾ, വരൾച്ച അനുഭവപ്പെടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു തവസ്സുലാക്കിക്കൊണ്ട് ദുആ ചെയ്യുകയും മഴ ആവശ്യപ്പെടുകയും അങ്ങനെ അവർക്ക് മഴ ലഭിക്കുകയും ചെയ്തിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്തിരുന്നത് അല്ലാഹുമ്മ ഇന്നാ കുന്നാ നതവസ്സലു ഇലൈക ബിനബിയിനാ ഫതുസ്ഖിയനാ വഇന്നാ നതവസ്സലു ഇലൈക ബിഅമ്മി നബിയിനാ ഫസ്ഖിനാ.
അല്ലാഹുവേ, ഞങ്ങളുടെ പ്രവാചകനെ കൊണ്ട് ഞങ്ങൾ തവസ്സുലാക്കി ദുആ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് നീ മഴ വർഷിപ്പിച്ചു തന്നിരുന്നു. എന്നാൽ ഞങ്ങൾ ഇതാ ആ പ്രവാചകന്റെ പിതൃവ്യനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തവസ്സുലാക്കിക്കൊണ്ട് ദുആ ചെയ്യുന്നു, ഞങ്ങൾക്ക് നീ മഴ വർഷിപ്പിച്ചു തരണേ. ഈ ഹദീസ് പറഞ്ഞുകൊണ്ട് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫയുസ്ഖൗൻ, അങ്ങനെ അവർക്ക് മഴ ലഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രിയമുള്ള ശ്രോതാക്കളെ, ഈ ഹദീസിനെ കുറിച്ച് പറയുമ്പോൾ വഹാബികൾ പറയാറുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് ചെയ്തത്, അല്ലാതെ അബ്ബാസ് എന്നവരെ തവസ്സുലാക്കി ദുആ ചെയ്യുകയല്ല ചെയ്തത്. പ്രിയമുള്ളവരെ, ഇത് ഹദീസിനോട് കാണിക്കുന്ന ഒരു ക്രൂരതയാണ്. കാരണം അറബി ഭാഷ അറിയുന്ന ഏതൊരാൾക്കും വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വഇന്നാ നതവസ്സലു ഇലൈക ബിഅമ്മി നബിയിനാ ഫസ്കിനാ എന്നാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവിനെ മുൻനിർത്തി ഞങ്ങൾ നിന്നിലേക്ക് തവസ്സുലാക്കുന്നു, ഞങ്ങൾക്ക് നീ മഴ വർഷിപ്പിച്ചു തരണേ എന്നാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അല്ലാതെ ഉമർ റളിയല്ലാഹു അൻഹു അബ്ബാസ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടതല്ല. ഉമർ റളിയല്ലാഹു അൻഹു അബ്ബാസ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടാകാം. പക്ഷേ ഈ ഹദീസിൽ ഈ സംഭവം ഉമർ റളിയല്ലാഹു അൻഹു ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടതല്ല. ഇങ്ങനെ തവസ്സുലാക്കി ദുആ ചെയ്യൽ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അംഗീകരിച്ച കാര്യമാണ്. ഇതിന് ധാരാളം തെളിവുകളും നമുക്ക് കാണാൻ സാധിക്കും. എന്തിനധികം വഹാബി പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പോലും തവസ്സുലിനെ അംഗീകരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. നിസ്കാരത്തിലേക്ക് പോകുന്നവന്റെ മര്യാദകളെ കുറിച്ച് പറയുന്ന തന്റെ ഗ്രന്ഥമാകുന്ന ആദാബുൽ മശി ഇല സ്വലാത്ത് എന്ന ഗ്രന്ഥത്തിന്റെ ഒന്നാമത്തെ ഹദീസ് തന്നെ തവസ്സുലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഹദീസാണ്. അദ്ദേഹം പറയുന്നു, വഅൻ യുഖാരിബ ബൈന ഖുതാഹു വയഖൂല അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഹഖി സാഇന അലൈക വബിഹഖി മംശായ ഹാദാ. നിസ്കരിക്കാൻ പോകുന്നവൻ അവന്റെ ചവിട്ടടികൾക്കിടയിൽ അടുപ്പിച്ചു വെക്കണം. അവൻ ഹദീസിൽ വാരിദായ ഈ ദുആനെ കൊണ്ടുവരണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഹഖി സാഇലിന അലൈക വബിഹഖി മംശായ ഹാദാ. അല്ലാഹുവേ, നിന്നോട് ചോദിക്കുന്നവരുടെ ഹക്കിനെ മുൻനിർത്തി നിന്നോട് ഞാൻ ചോദിക്കുന്നു. എന്റെ ഈ നടത്തത്തിന്റെയും ഹക്കിനെ മുൻനിർത്തി നിന്നോട് ഞാൻ ചോദിക്കുന്നു. അതായത് മുഴുവൻ മുസ്ലിമീങ്ങളെയും മുൻനിർത്തി തവസ്സുലാക്കുകയാണ് ഇവിടെ ചെയ്തത്. ചുരുക്കത്തിൽ ഹക്ക് കൊണ്ട് തവസ്സുലാക്കി, ഹക്ക് കൊണ്ടുള്ള തവസ്സുലിനെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പോലും അംഗീകരിച്ചതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല, കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് നോക്കിയാലും തവസ്സുൽ മഹബൂബാണ്, സുന്നത്താണ് എന്ന് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. ഷാഫി മദ്ഹബിലെ പ്രശസ്ത കർമ്മശാസ്ത്ര ഗ്രന്ഥമായ ബിഗ്ഹിയുടെ അവസാന ഭാഗത്ത് പറയുന്നതായി കാണാം, التوسل بالأنبياء والأولياء في حياتهم وبعد وفاتهم مباح شرعا كما ورد به السنة الصحيحة. വേറൊരു കൗലിൽ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, وأما التوسل بالأنبياء والصالحين فهو أمر محبوب ثابت في الأحاديث الصحيحة. അമ്പിയാക്കളെയും ഔലിയാക്കളെയും അവരുടെ ഹയാത്ത് കാലത്തും അവരുടെ വഫാത്തിന് ശേഷവും അവരെ തവസ്സുലാക്കിക്കൊണ്ട് ദുആ ചെയ്യൽ അത് ശറഇൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്, സുന്നത്താക്കപ്പെട്ട കാര്യമാണ്, സ്വഹീഹായ ഹദീസുകളെ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. ചുരുക്കത്തിൽ മഹാന്മാരെ തവസ്സുലാക്കിക്കൊണ്ട് ദുആ ചെയ്യൽ വിശുദ്ധ ഖുർആന്റെ നിർദ്ദേശമാണ്. അത് വിശുദ്ധ ഖുർആൻ അംഗീകരിച്ച കാര്യമാണ്, സ്വഹീഹായ ഹദീസുകളെ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. അതുപോലെ തന്നെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഇത് സുന്നത്താണെന്ന് വ്യക്തമാക്കുകയും ചെയ്തതാണ്. യഥാർത്ഥത്തിൽ പ്രമാണങ്ങളുടെ സമ്പൂർണ്ണ പിന്തുണയുള്ള ശറഇൽ സുന്നത്തായ തവസ്സുലിനെ നിഷേധിക്കാൻ ഒരു പഴുതുമില്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയദർശനങ്ങൾ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ചുള്ളതാണ്.
അതിൽ യാതൊരുവിധ പാകപ്പിഴകൾക്കും സാധ്യതയില്ല. അതുകൊണ്ട് സത്യം സത്യമായി മനസ്സിലാക്കുവാനും അത് ഉൾക്കൊണ്ട് ജീവിക്കുവാനും മഹാന്മാരുടെ ഹക്ക് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ബിദ്അയുടെ പ്രലോഭനങ്ങളിൽ നിന്നും സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ രക്ഷിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ വിടവാങ്ങുന്നു. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരന്മാരെ, ആദർശ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി വിഷയങ്ങളിൽ വഹാബികളും സുന്നികളും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിലേറെ ചർച്ച ചെയ്യപ്പെടുന്ന തവസ്സുൽ എന്ന വിഷയത്തിന്റെ ഏതാനും ചില ഭാഗങ്ങളാണ് നാം കേട്ടത്. തവസ്സുൽ സംബന്ധമായും മുമ്പ് പല ക്ലാസുകളിലായി സംസാരിച്ച ഇസ്തിഗാസ സംബന്ധമായും അതുപോലെ തന്നെ തർക്കത്തിലുള്ള അഭിപ്രായ വ്യത്യാസമുള്ള ഏത് വിഷയങ്ങളെക്കുറിച്ചും സംസാരിക്കുവാനും സംശയ നിവാരണം നടത്തുവാനുമുള്ള അവസരമാണ് പ്രിയപ്പെട്ട ശ്രോതാക്കൾ, നമ്മുടെ ക്ലാസ് റൂമിലെ ബഹുമാന്യരായ അംഗങ്ങൾ നമ്മുടെ ചർച്ചയിൽ സംശയ നിവാരണ ഈ സന്ദർഭത്തിൽ സജീവമായി പങ്കെടുത്ത് നമ്മുടെ റൂമിന്റെ പ്രവർത്തനം സജീവമാക്കണമെന്ന് വിനീതമായി ആവശ്യപ്പെടുന്നു. നിങ്ങളെ ഓരോരുത്തരെയും വിഷയസംബന്ധമായ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഞാൻ മൈക്കിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ ഒരു സംശയം, ദുആക്ക് കൂടുതൽ ഉത്തരം കിട്ടുന്ന സമയം സ്ഥലങ്ങളൊക്കെ ഹദീസുകളിൽ വന്നിട്ടുണ്ടല്ലോ. മഹാന്മാരെ തവസ്സുൽ ചെയ്ത് ദുആ ചെയ്യൽ കൂടുതൽ ഉത്തരത്തിന് കാരണമാണെന്ന് വല്ല ഹദീസുകളിലും വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ദുആക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങളെക്കുറിച്ചും സമയങ്ങളെക്കുറിച്ചുമെല്ലാം ഹദീസുകളിൽ വന്നിട്ടുണ്ട്. എന്നാൽ തവസ്സുലാക്കി ദുആ ചെയ്യുമ്പോൾ കൂടുതൽ ഉത്തരം ലഭിക്കുമെന്ന് ഏതെങ്കിലും ഹദീസിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ടോ? ഇതാണ് വിഷയം. ബഹുമാനപ്പെട്ട സഹാബിമാരുടെ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ ദുആക്ക് ഏറ്റവും പെട്ടെന്ന്, എത്രയും പെട്ടെന്ന് ഇജാബത്ത് ലഭിക്കേണ്ടുന്ന, ഉത്തരം ലഭിക്കേണ്ടുന്ന പല സന്നിഗ്ധ ഘട്ടങ്ങളിലും മഹാന്മാരാകുന്ന സഹാബിമാർ തവസ്സുലാക്കിക്കൊണ്ട് ദുആ ചെയ്തതായാണ് നമുക്ക് ഹദീസിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഈ സന്ദർഭങ്ങളിൽ എന്തിനു വേണ്ടിയായിരിക്കും അവർ തവസ്സുലാക്കിക്കൊണ്ട് ദുആ ചെയ്തത്? ഇതാണ് ബഹുമാനപ്പെട്ട ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാന്മാർ വ്യക്തമാക്കിയത്. തവസ്സുലാക്കിക്കൊണ്ട് ദുആ ചെയ്യുക എന്നുള്ളത് ഇജാബത്തിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള വിഷയമാകുന്നു എന്ന്. ഇൻഷാ അല്ലാഹ് വിശദീകരണം ആവശ്യമാണെങ്കിൽ വീണ്ടും നൽകാവുന്നതാണ്. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സമദ് സാഹിബിന് മൈക്ക് വേണ്ടതുണ്ടോ? എന്നാ കൂടുതൽ അടുത്ത ചോദ്യം ചോദിക്കാം. എന്നിരുന്നാലും അൽഹംദുലില്ലാഹ് ക്ലാസ് കേൾക്കാൻ പറ്റി. കുറച്ചാണ് കേൾക്കാൻ പറ്റിയതെങ്കിലും വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു ബഹുമാനപ്പെട്ട നമ്മളെ സുലൈമാൻ ഉസ്താദ് എടുത്തത്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദ് ഗഫൂർ ഉസ്താദിന്റെ ക്ലാസ്സും സ്ഥിരമായിട്ട് കേൾക്കാറുണ്ട്. അൽഹംദുലില്ലാഹ് ഒരുപാട് കാര്യങ്ങൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസ ആചാരങ്ങളും അതുപോലെ തന്നെ ആശയങ്ങളൊക്കെ ഒരുപാട് പഠിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ഇപ്പോ ഒരു സംശയം ഈ തവസ്സുലായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്. ഈ തവസ്സുൽ നമുക്ക് ഇപ്പൊ സാധാരണ മഹാന്മാര് തവസ്സുൽ ചെയ്താണല്ലോ നമ്മൾ പ്രാർത്ഥിക്കാറ്. അതുപോലെ തന്നെ നമുക്ക് മൺമറിഞ്ഞു പോയ സ്വാലിഹ്യങ്ങളായ ആൾക്കാരെ വെച്ചും അഥവാ നമ്മളെ ഈ മാതാപിതാക്കളെ അങ്ങനെ മൺമറിഞ്ഞു പോയ നമ്മളെ കുടുംബത്തിലുള്ളവരെ വെച്ചും അതുപോലെ തന്നെ തവസ്സുൽ ചെയ്യാമോ എന്നാണ് എന്റെ ഒരു സംശയം. അഥവാ ഔലിയാക്കളല്ലാത്തവരെ തവസ്സുൽ ചെയ്തുകൊണ്ട് സാധാരണ രീതിയിൽ നല്ല ദീനിയായ ചുറ്റുപാടിൽ ജീവിച്ചവരെ തവസ്സുൽ ചെയ്ത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാമോ എന്നാണ് എന്റെ ചോദ്യം. ഉത്തരം പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തവസ്സുൽ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അള്ളാഹു ഇഷ്ടപ്പെടുന്ന, അള്ളാഹു മഹത്വം കൽപ്പിച്ചിട്ടുള്ള, അള്ളാഹു ആദരിച്ചിട്ടുള്ള വസ്തുക്കളെ, അതൊരു പക്ഷേ മനുഷ്യരാവാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും അചേതന വസ്തുക്കളാവാം. ഉദാഹരണം പരിശുദ്ധ കഅബ ഷരീഫ്, ഹജറുൽ അസ്വദ്, അതുപോലെയുള്ള പുണ്യസ്ഥലങ്ങൾ, ഇതേതുമാവാം. അപ്പൊ അള്ളാഹു മഹത്വം കൽപ്പിച്ച വസ്തുക്കൾ, അള്ളാഹു ആദരവ് കൽപ്പിച്ച ആളുകൾ, അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നത സ്ഥാനമുള്ളവർ, ഇങ്ങനെയുള്ള വസ്തുക്കളോട് നമുക്കുള്ള ബന്ധത്തെ പ്രകടിപ്പിച്ചുകൊണ്ട്, നമുക്കുള്ള അടുപ്പത്തെ പ്രകടിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോ ഔലിയായിനെ വസീലയായിക്കൊണ്ട് സ്വീകരിക്കാം, അംബിയായിനെ വസീലയായിക്കൊണ്ട് സ്വീകരിക്കാം. സ്വാഭാവികമായും അംബിയാവും ഔലിയാവും മനുഷ്യരാകുമല്ലോ. ഇതേ രൂപത്തിൽ മനുഷ്യരാകണം എന്ന് നിബന്ധനയില്ല. മനുഷ്യരോ ജിന്നോ മലക്കുകളോ അതല്ലെങ്കിൽ അള്ളാഹു മഹത്വം കൽപ്പിച്ചിട്ടുള്ള, ആദരിച്ചിട്ടുള്ള മറ്റേത് വസ്തുക്കളോ, അതിനെല്ലാം തന്നെ മുൻനിർത്തിക്കൊണ്ട്, അഥവാ അങ്ങനെയുള്ള വസ്തുക്കളോട് നമുക്കുള്ള ബന്ധത്തെ, നമുക്കുള്ള ബഹുമാനത്തെ, നമുക്കുള്ള ഹുബ്ബിനെ പ്രകടിപ്പിച്ചുകൊണ്ട് ദുആ ചെയ്യാം. അതൊരു പക്ഷേ നമ്മുടെ മാതാപിതാക്കളാവാം, അതല്ലെങ്കിൽ നമ്മുടെ സഹോദരന്മാരാവാം, നമ്മുടെ അയൽപക്കക്കാരാവാം. പക്ഷെ എല്ലാ സ്ഥലത്തുമുള്ള നിബന്ധന അള്ളാഹു മഹത്വം കൽപ്പിച്ചവരായിരിക്കണം എന്നുള്ളത് മാത്രമാണ്. മാതാവാവരുത്, പിതാവാവരുത്, നമ്മുടെ ജ്യേഷ്ഠനാവരുത്, അനുജനാവരുത്, ഇങ്ങനൊരു നിബന്ധനയില്ല. അള്ളാഹു മഹത്വം കൽപ്പിച്ച, അള്ളാഹു ആദരിച്ച വസ്തു ഏതാണോ അതുകൊണ്ട് തവസ്സുൽ നടത്താം. അള്ളാഹു ആദരിച്ച വസ്തു ആവുക എന്ന നിബന്ധന മാത്രമേ തവസ്സുലിനുള്ളൂ. അങ്ങനെയുള്ള ഏതുകൊണ്ടും തവസ്സുൽ നടത്താവുന്നതാണ്. ഹലോ, അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ ഉസ്താദ്? എന്റെ ചോദ്യം, ഒരു ക്ലാസ്സൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്, ഇൻഷാ അല്ലാഹ് ക്ലാസ് ഉസാറായി പോകുന്നു, ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റി. എന്റെ ചോദ്യം, പല ആളുകൾ, നമ്മുടെ ആളുകൾ തന്നെ പറയാറുണ്ട്, ശരീഅത്തില്ലാത്ത വിലായത്തിൽ, അതായത് ശരീഅത്തിന്റെ നിയമങ്ങൾ അനുസരിക്കാത്ത ഒരാളെ നമുക്ക് വലിയ എന്ന് പറയാൻ പറ്റൂല എന്ന് ഒരു പ്രയോഗം ഒരുപാട് ആളുകൾ, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ തന്നെ പറയാറുണ്ട്. അങ്ങനെ ശരീഅത്തിന്റെ നിയമങ്ങൾ അനുസരിക്കാത്ത ആളുകളെ നമുക്ക് വലിയ എന്ന് വിളിക്കാനോ വലിയ എന്ന് പറയാൻ പറ്റൂല എന്ന്. അപ്പോ മജ്ദൂബായ സമയത്ത് അല്ലെങ്കിൽ ജദ്ബിന്റെ ഹാലുള്ള സമയത്ത് ഒരു വലിയ നിസ്കരിക്കാതെ നിൽക്കുക, അല്ലെങ്കിൽ ദീന്റെ നിയമങ്ങൾ അനുസരിക്കാതിരിക്കുക, അതുകൊണ്ട് നമുക്ക് അവർ മുക്കല്ലഫാണ്, നമുക്ക് അവർ അത് വിഷയകരമായിട്ട് നമുക്ക് അവരെ വിമർശിക്കാൻ പറ്റുമോ എന്ന്, അല്ലെങ്കിൽ അവര് ആ സമയത്ത് ഈ മജ്ദൂബാകുന്ന സമയത്ത് അവർ പറയുന്ന മുക്കല്ലഫെങ്കിലും അല്ലെങ്കിൽ അവർ പറയുന്നത് അനുസരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ചോദ്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വളരെ പ്രസക്തമായൊരു വിഷയമാണിത്, മജ്ദൂബുമായി ബന്ധപ്പെട്ട ചർച്ച. അഥവാ അള്ളാഹുവിലുള്ള ഇഷ്ക് കാരണത്താൽ, അള്ളാഹുവിലുള്ള ഫിക്ർ കാരണത്താൽ ചില ആളുകളുടെ ബുദ്ധി നഷ്ടപ്പെടും. അതെങ്ങനെയെന്ന് നാം ആലോചിച്ചുകൊണ്ട് പ്രയാസപ്പെടേണ്ടതില്ല. ദുന്യവിയായ പല വിഷയങ്ങളിലും ആലോചിച്ചുകൊണ്ട്, ദുന്യവിയായ പല ബന്ധങ്ങളും, ഭൗതികമായ പല ബന്ധങ്ങൾ കാരണത്താൽ പലർക്കും ചിലപ്പോ അവരുടെ ബുദ്ധി നഷ്ടപ്പെടാറുണ്ട്, മാനസിക രോഗം അനുഭവപ്പെടാറുണ്ട്. ഇത് നാം ഇന്ന് ലോകത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, കണ്ടുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. ഇതേ രൂപത്തിൽ ഒരാളുടെ ചിന്ത, ഒരാളുടെ ഫിക്ർ മുഴുവനും അള്ളാഹുവിനെ കുറിച്ചാവുകയും ഒരുപക്ഷെ അള്ളാഹുവിന്റെ അദാബിനെ കുറിച്ചോ, അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ നിഅമത്തുകളെ കുറിച്ചോ, അതല്ലെങ്കിൽ അമ്പിയാക്കന്മാരെ കുറിച്ചോ, ഔലിയാക്കന്മാരെ കുറിച്ചോ ഏതുമാവാം. ഏതായിരുന്നാലും ചിന്ത നല്ല രൂപത്തിലാവുകയും ആ നല്ല രൂപത്തിലുള്ള ചിന്തയിൽ മുഴുകിയ കാരണത്താൽ അവരുടെ ശരിയായ ഈ നോർമൽ അവസ്ഥ നഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഭൗതികമായ വിഷയങ്ങളിൽ ആലോചിച്ചുകൊണ്ട് അതിൽ മുഴുകിക്കൊണ്ട് ബുദ്ധി നഷ്ടപ്പെടുന്ന അതേ രീതി തന്നെയാണ് അനുഭവപ്പെടുന്നത്. പക്ഷേ ഒരു മാറ്റം, ഭൗതികമായ വിഷയങ്ങളിൽ ചിന്തിച്ചുകൊണ്ട് ബുദ്ധി നഷ്ടപ്പെടുന്ന ആളുകൾക്ക് ശർഅ് യാതൊരു പരിഗണനയും നൽകുന്നില്ല. എന്നാൽ അള്ളാഹുവിനെ കുറിച്ചോ
അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരെ കുറിച്ചോ അള്ളാഹു അനുവദിക്കുന്ന പുണ്യം കൽപ്പിച്ചിട്ടുള്ള മറ്റു വസ്തുക്കളെ കുറിച്ചോ ആലോചിച്ചുകൊണ്ട് അതിൽ ഇഷ്ക് വെച്ചുകൊണ്ട് അതിൽ ലയിച്ചുകൊണ്ട് ബുദ്ധി നഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായും ശർഅ് അവരെ പരിഗണിക്കുന്നുണ്ട്, ശർഅ് അവരെ മാനിക്കുന്നുണ്ട്. അവരെക്കുറിച്ച് കേവലം ഭ്രാന്തന്മാർ എന്ന വാക്ക് പ്രയോഗിക്കുവാനോ പറയുവാനോ ശർഅ് ഒരിക്കലും അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് വളരെ ആദരവുള്ള ഒരു പ്രയോഗം മജ്ദൂബ്, അതല്ലെങ്കിൽ നാം സാധാരണ മസ്താൻ എന്ന് പറയും. ഇത് യഥാർത്ഥത്തിൽ അവരുടെ ഈ സാധാരണ സ്ഥിതിയിലുള്ള ബുദ്ധി നഷ്ടപ്പെട്ടെങ്കിലും ബുദ്ധി നഷ്ടപ്പെട്ടത് എന്തുകൊണ്ട് എന്ന് വിലയിരുത്തുമ്പോൾ അത് ശർഅ് മാനിച്ച, ശർഅ് പരിഗണിച്ച ഒരു രീതിയിൽ ഒരു വിഷയവുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ശർഅ് അവരെ പരിഗണിക്കുന്നു, ശർഅ് അവർക്ക് ഒരു പ്രത്യേക പരിഗണന നൽകുന്നു. അതുകൊണ്ട് അവരെ കുറിച്ച് മജ്ദൂബ് എന്ന് പറയുന്നു. ചുരുക്കത്തിൽ ശർഇന്റെ ഈ ഹുക്കുമുകൾ, വാജിബ്, ഹറാമ്, കറാഹത്ത്, സുന്നത്ത് പോലെയുള്ള ഹുക്കുമുകൾ ഏതൊരു വ്യക്തിയോട് ബന്ധിക്കണമെങ്കിലും ആ വ്യക്തി മുക്കല്ലഫാവണം എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. മുക്കല്ലഫാവുക എന്നതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് ആഖിലാവുക എന്നുള്ളത്. എന്നാൽ ഈ അഖ്ൽ ഇവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അഖ്ൽ നഷ്ടപ്പെടാനുള്ള കാരണം ന്യായമാണ് എന്ന് മാത്രം. കാരണം എന്തോ ആവട്ടെ, അഖ്ൽ നഷ്ടപ്പെട്ടത് കൊണ്ട് ശർഇന്റെ തക്ലീഫ് അവരുമായി ബന്ധിക്കുന്നില്ല, ശർഇന്റെ തക്ലീഫ് അവരുമായി ബന്ധിക്കുന്നില്ല. എന്നാൽ ഇത്തരം ആളുകൾ പറയുന്ന കാര്യങ്ങൾ നാം സ്വീകരിക്കേണ്ടതുണ്ടോ? ഇതാണ്, ശർഇയായ അഹ്കാമുകളിൽ ഇവർ ഒരിക്കലും ബന്ധപ്പെടാൻ പാടില്ല, ഇവരോട് ഹുക്ം അന്വേഷിക്കാനും പാടില്ല. ശർഇയായ മസ്അലകളിൽ ഇവർ ബന്ധപ്പെടാനോ ഇവരോട് മസ്അല അന്വേഷിക്കുവാനോ ഇവർ പറഞ്ഞതനുസരിച്ചുകൊണ്ട് സ്വീകരിക്കുവാനോ പറ്റുകയില്ല. എന്നാൽ ഹുക്കുമുമായി ബന്ധപ്പെടാത്ത മറ്റ് മാർഗനിർദ്ദേശങ്ങളാണെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾക്ക് പ്രത്യേകമായ കശ്ഫും ഇൽഹാമും നൂറു തജല്ലിയും അനുഭവപ്പെടുന്നത് കൊണ്ട് ഇവരുടെ നോട്ടം, ഇവരുടെ സംസാരം, ഇവരുടെ ഓരോ പെരുമാറ്റങ്ങളും ഇവരുടെ ഓരോ പ്രവർത്തനങ്ങളും അള്ളാഹുവിന്റെ നൂറ് കൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ടതാകുമെന്ന് കിതാബുകൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങളിൽ അവരുടെ മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കാവുന്നതാണ്. ശർഇന്റെ മസ്അലകൾ, ശർഇയായ അഹ്കാമുകൾ, ഇതിൽ ഇവർ ഇടപെടുവാനോ ഇങ്ങനെയുള്ള ആളുകളെ ഇടപെടിക്കുവാനോ ഇവരോട് മസ്അല ചോദിച്ചുകൊണ്ട് പ്രവർത്തിക്കുവാനോ പാടില്ല എന്നതാണ് നമ്മുടെ തസവുഫിന്റെ കിതാബുകളിലും ഫിഖ്ഹിന്റെ കിതാബുകളിലും വിശദീകരിച്ചിട്ടുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കല്ലാഹു ഖൈറ യാ ഉസ്താദ്. ഉസ്താദ് കുറച്ച് ദിവസമായിട്ട് പനിയിലായിരുന്നു. പനി പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല എന്ന ശബ്ദം കേൾക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ചോദ്യകർത്താക്കൾ മൈക്കിലേക്ക് വരണം. നാളെയാണ് ഉസ്താദിന്റെ ബുധനാഴ്ച. നാളെ ഉസ്താദിന്റെ ക്ലാസ്സിൽ എല്ലാ വിഷയവും ഉൾക്കൊള്ളുന്ന ക്ലാസ്സാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് മറക്കരുത്. മുടിക്കാരെയും എല്ലാ കള്ളത്തരിക്കത്താരെയും എല്ലാവരും നാളെ കൊണ്ടുവരാൻ ആരും മറക്കരുത്. ഇന്ന് ഉസ്താദിന് പിന്നെ വലിയ സുഖം പോരാഞ്ഞത് കൊണ്ട് തന്നെ ഇന്ന് മുടിക്കാർക്ക് വരാം. കാരണം സുന്നീസം താഴത്തുണ്ട്, അതുകൊണ്ട് മുടിക്കാർക്കും വരാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. അപ്പൊ ഉസ്താദ്, എനിക്ക് തവസ്സുലുമായിട്ടുള്ള ഒരു ബന്ധമായിട്ട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട് ഉസ്താദ്. പിന്നെ മഹാന്മാർ, ഏറ്റവും വലിയ മഹാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തവസ്സുൽ ചെയ്തിനോ എന്ന് ചോദിക്കുന്നതിൽ വല്ല തെറ്റുണ്ടോ എന്ന് അറിയില്ല, എന്നാലും ചോദിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആരെങ്കിലും തവസ്സിലാക്കിക്കൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അതല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്യുകയോ അല്ലെങ്കിൽ ചെയ്യാൻ പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് വേറെ ഒരു തർക്കത്തിന്റെയും ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് ആ ഒരു ചോദ്യം ചോദിച്ചത്. മൈക്ക് റിലീസ് ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവർത്തനങ്ങൾ, ഇത് പല രീതിയിലും മനസ്സിലാക്കേണ്ടുന്ന, വിലയിരുത്തപ്പെടേണ്ടുന്ന ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിൽ ചിലതൊക്കെ ഉമ്മത്തിനെ പഠിപ്പിക്കുവാൻ വേണ്ടി, അതല്ലെങ്കിൽ ലി ബയാനിൽ ജവാസി എന്നൊക്കെ കിതാബുകളിൽ കാണാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥനകളാണെങ്കിലും അതുപോലെ തന്നെ മറ്റ് പ്രവർത്തനങ്ങളാണെങ്കിലും അതൊക്കെ പല രൂപത്തിലുമുണ്ടാകും. അഥവാ ചില കാര്യങ്ങൾ ഉമ്മത്തിനെ പഠിപ്പിക്കുന്നതിന് വേണ്ടി നബി തങ്ങൾ ചെയ്യും. ചില വിഷയങ്ങൾ അനുവദനീയമാകുന്നു എന്ന് വിശദീകരിക്കുന്നതിന് വേണ്ടി, മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി നബി തങ്ങൾ ചെയ്യും.
അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണല്ലോ ഏറ്റവും മഹത്വമുള്ളവർ. നബി തങ്ങളോളം ഫضലുള്ള ശറഫുള്ള ഒരാളും തന്നെ ലോകത്ത് വേറെയില്ല. എന്നിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ മറ്റൊരാളെ കൊണ്ട് തവസ്സുലാക്കുമോ? ഈ ചോദ്യം അതല്ലെങ്കിൽ ഈ ചിന്ത വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തിനെ പഠിപ്പിക്കുക എന്നൊരു കാര്യമുണ്ടല്ലോ. ഉമ്മത്തിനെ പഠിപ്പിക്കുക എന്നൊരു കാര്യം, ഈ ഉമ്മത്തിനെ പഠിപ്പിക്കുക, ഉമ്മത്തിന് ഇർഷാദ് നൽകുക, ഇതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിക്കേണ്ടുന്ന ഒരു കാര്യമാണല്ലോ. മാത്രമല്ല അതിനു വേണ്ടിയാണല്ലോ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിയോഗിച്ചത് തന്നെ. ആ നിലക്ക് ചിന്തിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് തവസ്സുലാക്കുന്നു എന്നുള്ളത് ഒരു പ്രശ്നമുള്ള തകരാറുള്ള വിഷയമല്ല. മാത്രമല്ല ഇവിടെ നേരത്തെ അവതരണത്തിൽ കേൾപ്പിച്ച ഒരു ഹദീസ്, അത് സാക്ഷാൽ മുഹമ്മദ് അബ്ദുൽ വഹാബ് പോലും അദ്ദേഹത്തിന്റെ ആദാബുൽ മശ്ഈ ഇലൽ മസാജിദ് എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അഥവാ പള്ളിയിലേക്ക് പോകുന്ന വ്യക്തി എന്തൊക്കെ കാര്യങ്ങൾ പ്രവർത്തിക്കണം എന്ന് പറയുന്ന കൂട്ടത്തിൽ പാലിക്കേണ്ടുന്ന അദബുകൾ എന്തെല്ലാമാണെന്ന് വിശദീകരിക്കുന്ന കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക ബിഹഖ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക ബിഹഖിസ് സായിലീന അലൈക ബിഹഖിസ് സായിലീന അലൈക. ഇത് ഇങ്ങനെയുള്ളൊരു പ്രാർത്ഥന നടത്തണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ബിഹഖിസ് സായിലീന അലൈക എന്നാൽ അല്ലാഹുവേ നിന്നോട് ചോദിക്കുന്നവരുടെ ഹക്ക് കൊണ്ട് ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു, നിന്നോട് ചോദിക്കുന്നു എന്നാണ്. നിന്നോട് ചോദിക്കുന്നവരുടെ ഹക്ക് കൊണ്ട്. നിന്നോട് ചോദിക്കുന്നവർ എന്ന് പറയുമ്പോൾ വളരെ വിശാലമായ അർത്ഥമാണല്ലോ അതിലുള്ളത്. നിന്നോട് ചോദിക്കുന്നവർ, നിന്നോട് ദുആ ചെയ്യുന്നവർ, ഇതിൽ അമ്പിയാക്കന്മാർ ഉൾപ്പെടും, ഔലിയാക്കന്മാർ ഉൾപ്പെടും, സാധാരണ മുഅ്മിനീങ്ങൾ ഉൾപ്പെടും. കാരണം നിന്നോട് ചോദിക്കുന്നവർ എന്നാണല്ലോ ഹദീസിലുള്ളത്. ബിഹഖിസ് സായിലീന അലൈക ബിഹഖിസ് സായിലീന അലൈക. ഇങ്ങനെയുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കുവാൻ, ഈ ദുആ ഈ ദിക്ർ നടത്തുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നബി തങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്ന് തവസ്സുലിനെയും ഇതുപോലെയുള്ള കാര്യങ്ങളെയും വളരെ മോശമായി ചിത്രീകരിക്കുന്ന വഹാബികളുടെ നേതാവ് മുഹമ്മദ് അബ്ദുൽ വഹാബ് പോലും അദ്ദേഹത്തിന്റെ ആദാബുൽ മശ്ഈ ഇലൽ മസാജിദ് എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉസ്താദ് പിന്നെ ഒരു തൃപ്തിയായിട്ടില്ല. എനിക്ക് കുറച്ചും കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഇങ്ങനെ ഇപ്പൊ അതിലെല്ലാം പെടുമെന്ന് പറഞ്ഞു. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും അമ്പിയാ മുർസലുകളെയോ അല്ലെങ്കിൽ ആരെങ്കിലും തവസ്സലായിക്കൊണ്ട് ഡയറക്റ്റ് ഇങ്ങനെ ആ വേർഡ് തന്നെ അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ നമ്മള് മൊയ്തീൻ ഷേഖ് തങ്ങളെ കാക്കണേ അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെ തന്നെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ എന്ന് ഉസ്താദ് ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. വളരെ നന്നായിട്ടുണ്ട്. കാരണം ബഹുമാനപ്പെട്ട സഹോദരൻ ARCKP അവർ ഉദ്ദേശിച്ച ആ കാര്യം നമ്മുടെ വിശദീകരണത്തിൽ വരാത്തത് കൊണ്ട് അവർ ഉദ്ദേശിച്ച ആ പോയിന്റിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് ബഹുമാനപ്പെട്ടവർ ചെയ്തിട്ടുള്ളത്. ഏതായിരുന്നാലും നമുക്ക് ആ വിഷയം തന്നെ ചർച്ച ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരാളെ കൊണ്ട് തവസ്സുൽ ചെയ്യേണ്ടതുണ്ടോ, അതിന്റെ സാഹചര്യവും അതിന്റെ പ്രസക്തിയുമാണ് ഞാൻ വിശദീകരിച്ചത്. നബിതങ്ങളെക്കാൾ ഏറ്റവും മഹത്വമുള്ളവർ ലോകത്തില്ല എന്നതുകൊണ്ട് മറ്റുള്ളവരെ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തവസ്സുൽ ചെയ്യാൻ പാടില്ല എന്നില്ല. അതിന്റെ കാരണം ഞാൻ വിശദീകരിച്ചു. ഇനി അത് ആവർത്തിക്കേണ്ടി വരില്ല എന്ന് വിശ്വസിക്കുന്നു. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റ് അമ്പിയാക്കന്മാരെ കൊണ്ടോ അതല്ലെങ്കിൽ ഏതെങ്കിലും സ്വാലിഹീങ്ങളെ കൊണ്ടോ തവസ്സുൽ നടത്തിയിട്ടുണ്ടോ, അതിന്റെ കൃത്യമായ വാക്ക് തന്നെ ഉണ്ടോ, ഇതാണ് വിഷയം. ഇവിടെ പല കാര്യങ്ങളെക്കുറിച്ചും നാം ആലോചിക്കേണ്ടതുണ്ട്. ഒന്ന്, എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഈ ചർച്ച, അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിഞ്ഞുപോയ ഏതെങ്കിലും ഒരു നബിയെ കൊണ്ട് ഏതെങ്കിലും ഒരു വലിയനെ കൊണ്ട് തവസ്സുൽ നടത്തിയിട്ടുണ്ടോ എന്ന ചർച്ച എന്തിനു വേണ്ടിയാണ്? പരിശുദ്ധ ദീനിൽ ഒരു വിഷയം സ്ഥിരപ്പെടാൻ എന്ന നിലക്കാണെങ്കിൽ, ഒരു വിഷയം അംഗീകരിക്കപ്പെട്ടതാകുന്നു എന്ന് ബോധ്യപ്പെടാൻ എന്ന
അടിസ്ഥാനത്തിലാണെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ രൂപത്തിൽ ചിന്തിക്കേണ്ടതില്ല. കാരണം ദീനിന്റെ പ്രമാണം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവർത്തനം എന്ന ഒന്നിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവർത്തനങ്ങൾ പ്രമാണമായതുപോലെ തന്നെ അവിടുത്തെ നിർദ്ദേശങ്ങളും അവിടുത്തെ മൗനാനുവാദങ്ങളും അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനും ഇതെല്ലാം തന്നെ ദീനിൽ പ്രമാണമാണ്. അപ്പോ തർക്കത്തിലുള്ളൊരു വിഷയം സ്ഥിരപ്പെടാൻ, തർക്കത്തിലുള്ളൊരു വിഷയം ഹക്കാണെന്ന് ബോധ്യപ്പെടാൻ എന്ന നിലക്കാണെങ്കിൽ ഒരിക്കലും ഈ വിഷയം ചർച്ച ചെയ്യേണ്ടതല്ല. എന്നാൽ ചരിത്രപരമായൊരു വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് അന്വേഷിക്കുക, നബി തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ എന്തെല്ലാം ഉണ്ടായിരുന്നു എന്ന് ചിന്തിക്കുക, ഈ രൂപത്തിലാണെങ്കിൽ നമുക്ക് ഈ വിഷയത്തെ സമീപിക്കാവുന്നതാണ്. അതല്ലാതെ വെറും ഒരു ദലീല്, ഒരു തെളിവ് എന്ന അടിസ്ഥാനത്തിലാണെങ്കിൽ ഈ വിഷയത്തെ സമീപിക്കുക ഒട്ടും പ്രസക്തമല്ല. എന്നാൽ ചരിത്രപരമായൊരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിവിധ പ്രവർത്തനങ്ങളെ കുറിച്ച് മനസ്സിലാക്കൽ എന്ന അടിസ്ഥാനത്തിലാണെങ്കിൽ നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യാൻ പ്രസക്തമാണത്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു പ്രാർത്ഥന, അവിടുത്തെ നബി തങ്ങളുമായി വളരെ ബന്ധപ്പെട്ട ഒരു സഹാബിയത്താകുന്ന ഒരു വനിത, ഒരു സ്ത്രീ വഫാത്തായ സന്ദർഭത്തിൽ അവർക്കുള്ള ഖബർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിൽ വെച്ചുകൊണ്ട്, നേതൃത്വത്തിൽ വെച്ചുകൊണ്ട് നിർദ്ദേശപ്രകാരം കുഴിക്കുകയും ആ ഖബർ കുഴിച്ചു കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഖബറിൽ ഇറങ്ങി കിടന്നുകൊണ്ട് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഹഖ്ഖി നബിയിക വൽ അംബിയാഇല്ലദീന മിൻ ഖബ്ലി എന്ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തതായി കൊണ്ട് ഹദീസിൽ കാണാം. പക്ഷെ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ, ഇങ്ങനൊരു ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഹദീസിന്റെ കിതാബുകളിൽ കാണാം. പക്ഷെ ഈ ഹദീസിന്റെ സനദുമായി ബന്ധപ്പെട്ടുകൊണ്ട് മഹാന്മാരാകുന്ന മുഹദ്ദിസീങ്ങൾക്ക് ചില അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന വിഷയം നാം ഒരിക്കലും നിഷേധിക്കുന്നില്ല. അത് അനുസ്മരിച്ചുകൊണ്ട് തന്നെ, അത് ഓർത്തുകൊണ്ട് തന്നെ പറയുന്നു, ഇങ്ങനെ ഒരു സംഭവം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ സനദ് സംബന്ധമായോ അതല്ലെങ്കിൽ മുഹദ്ദിസീങ്ങൾക്ക് മറ്റേതെങ്കിലും തരത്തിലോ അഭിപ്രായ വ്യത്യാസം ഒന്നും തന്നെ ഇല്ലാത്ത, എതിർപക്ഷം കൂടി അംഗീകരിക്കുന്ന ഒരു വിഷയമാണ് ഞാൻ നേരത്തെ ഇവിടെ കേൾപ്പിച്ചത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഹഖ്ഖി സായിലീന അലൈക, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഹഖ്ഖി സായിലീന അലൈക. ഈ ബിഹഖ്ഖി സായിലീന അലൈക എന്ന് പറഞ്ഞാൽ ഈ അസ്സായിലീന, ബിഹഖ്ഖി സായിലീന, ഇവിടെ ബിഹഖ്ഖി നബിയിക അതല്ലെങ്കിൽ ബിഹഖ്ഖി ഔലിയായിക എന്നൊക്കെ ഉപയോഗിക്കുന്ന ആ വാക്കിനേക്കാൾ വളരെ വിശാലമായ അർത്ഥത്തെ ഉൾക്കൊള്ളുന്ന, അതായത് ബിഹഖ്ഖി നബിയിക എന്നോ അല്ലെങ്കിൽ ബിഹഖ്ഖി അംബിയായിക എന്നോ പറയുമ്പോൾ അതിൽ അംബിയാക്കന്മാർ മാത്രമേ ഉൾപ്പെടൂ. ബിഹഖ്ഖി ഔലിയായിക എന്ന് പറയുമ്പോൾ അതിൽ ഔലിയാ മാത്രമേ ഉൾപ്പെടൂ. പക്ഷെ അംബിയാവും ഔലിയാവും സർവ്വ സ്വാലിഹീങ്ങളെയും എല്ലാവരെയും ഉൾപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു വാക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആയിൽ നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഹഖ്ഖി സായിലീന അലൈക, ബിഹഖ്ഖി സായിലീന അലൈക. ആ മുഹീദ്ദീൻ ശൈഖിന്റെ ഹക്ക് കൊണ്ട്, ബദരീങ്ങളുടെ ഹക്ക് കൊണ്ട് എന്നൊക്കെ പറയുന്നത് പോലെ ബിഹഖ്ഖി സായിലീന അലൈക, അല്ലാഹുവേ നിന്നോട് ദുആ ചെയ്യുന്നവരുടെ ഹക്ക് കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഇത് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വിഷയമാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ദുആയിൽ, നബി തങ്ങൾ പഠിപ്പിച്ച ദിക്റിൽ അമ്പിയാക്കന്മാരെന്നല്ല, ഔലിയാക്കന്മാരെന്നല്ല, സർവ്വ സുലഹായിനെയും സാധാരണ മുഅ്മിനീങ്ങളെ പോലും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തവസ്സുലിന്റെ വാക്ക് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, ആ കാര്യം ഈ തവസ്സുലിനെയും ഇസ്തിഗാസയും എല്ലാം എതിർക്കുന്ന ഹലോ, ഞാൻ സംസാരിച്ച വിഷയം വ്യക്തമായിട്ടുണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ DC ആയതാണ്. ഇനി വിശദീകരണം ആവശ്യമാണെങ്കിൽ ബഹുമാനപ്പെട്ട സഹോദരന്മാർ മൈക്കിലൊന്ന് ആവശ്യപ്പെടുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് വീണ്ടും സംസാരിക്കാം. ഉണ്ട്. പക്ഷെ ഒരു കാര്യം കൂടി ഉസ്താദ് പറഞ്ഞ ആ സഹാബി വനിതയുടെ പേര് പറയാൻ പറ്റിയിരുന്നെങ്കിൽ വളരെ സന്തോഷമാകുമായിരുന്നു. കാരണം അതൊരു ആവശ്യത്തിന് വേണ്ടിയായിരുന്നു. ആ സഹാബി വനിതയുടെ പേര് അതുകൂടി പറഞ്ഞിരുന്നെങ്കിൽ വളരെ സന്തോഷമാകുമായിരുന്നു. മൈക്രോ ലിസൈൻ. ഫാത്തിമ ബിന്ദു അസദ്
ഫാത്തിമ ബിന്ദു അസദ് ബഹുമാനപ്പെട്ട ഇമാം തബറാനി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലാണുള്ളത്. പക്ഷെ കൂട്ടത്തിൽ ഒരു മുഹദ്ദിസീങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ അതുകൊണ്ടൊരിക്കലും നമ്മൾ ഈ വിഷയത്തിന് യാതൊരു തകരാറും സംഭവിക്കുന്നില്ല. കാരണം ഞാൻ ആ കാര്യം വിശദീകരിച്ചല്ലോ. ഇൻഷാ അല്ലാഹ് കൂടുതൽ വിശദീകരണം ആവശ്യമാണെങ്കിൽ വീണ്ടും നമുക്ക് സംസാരിക്കാവുന്നതാവും. ഹലോ, അസ്സലാമു അലൈക്കും. എന്റെ ഒരു ചോദ്യം ഇവിടെ ക്ലാസ് റൂമിൽ പലപ്പോഴേ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്, പലർക്കും അറിയാനും താല്പര്യമുള്ള ഒരു ചോദ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആസാറുകൾ കൊണ്ട് ബർക്കത്തെടുക്കണമെങ്കിൽ അതിന് സനദ് ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. പിന്നെ ഇൻഷാ അല്ലാഹ് ഇനി മുടി സംബന്ധമായിട്ടൊക്കെ ധാരാളം ചോദ്യക്കാർ ഇന്നലെയും ഉണ്ടായിരുന്നു. ഇന്ന് ഉള്ളവർക്ക് ഇന്നും മൈക്കിൽ വരാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട സുന്നീസം നമ്മുടെ ക്ലാസ് റൂമിലുണ്ട്. ഈ വിഷയത്തിൽ കൂടുതൽ വിശദീകരണങ്ങൾ ബഹുമാനപ്പെട്ട സുന്നീസത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആസാറുകളെ കൊണ്ട് ബർക്കത്തെടുക്കണമെങ്കിൽ സനദ് ആവശ്യമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആസാറുകൾ എന്ന് പറഞ്ഞ് വിഷയത്തെ പരിമിതപ്പെടുത്തേണ്ടതില്ല. നബി തങ്ങളുടേതാവട്ടെ അതല്ലെങ്കിൽ സ്വാലിഹ് ഹലോ 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 ആ എന്താ മൈക്ക് പോയത് ഞാൻ അറിഞ്ഞിട്ടില്ല. ഏതായിരുന്നാലും ബഹുമാനപ്പെട്ട സുന്നീസം മൈക്കിലേക്ക് വരും, വിശദീകരിക്കും. ഞാൻ ഏതാനും ചില വിഷയങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആസാറുകളെ കൊണ്ട് ബർക്കത്തെടുക്കണമെങ്കിൽ സനദ് ആവശ്യമുണ്ടോ? യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ പരിമിതപ്പെടുത്തേണ്ടതില്ല. ആസാറുകളെ കൊണ്ട് ബർക്കത്തെടുക്കാവുന്ന വസ്തുക്കളെ കൊണ്ട് ബർക്കത്തെടുക്കണമെങ്കിൽ അതിന് സനദ് ആവശ്യമുണ്ടോ? യഥാർത്ഥത്തിൽ ഇവിടെ പല കാര്യങ്ങളും നാം ചിന്തിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ചർച്ച നമ്മുടെ കേരളത്തിൽ ഈ അടുത്ത കാലത്തായിക്കൊണ്ട് ഉണ്ടായിട്ടുള്ളത്? ആസാറുകളെ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആസാറുകളെ കൊണ്ട് ബർക്കത്തെടുക്കണമെങ്കിൽ സനദ് ആവശ്യമുണ്ടോ? സനദ് ആവശ്യമുണ്ട് എന്ന് ആദ്യം കാന്തപുരം വിഭാഗം, സാക്ഷാൽ കാന്തപുരം തന്നെ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിലെ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് സംസാരിച്ചു. പിന്നീട് അതിനുശേഷം അങ്ങനെ സനദ് ആവശ്യമില്ല എന്ന് മറ്റു ചില ആളുകൾ പറഞ്ഞു. ഇത് രണ്ടും കൂടി ആയപ്പോ അത് സംബന്ധമായിക്കൊണ്ട് ചില ചർച്ചകളും വിവാദങ്ങളും എല്ലാം ഉണ്ടായി. ഇവിടെ നമുക്ക് ലളിതമായിക്കൊണ്ട് ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കാമല്ലോ, ചിന്തിക്കാമല്ലോ. ഒരു സമയത്ത് ഒരു മനുഷ്യൻ വരുന്നു. ആ മനുഷ്യന്റെ കയ്യിൽ ഒരു ചെരുപ്പുണ്ട്. ആ ചെരുപ്പ് ചൂണ്ടിക്കൊണ്ട് ഈ മനുഷ്യൻ പറയുന്നു, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചെരുപ്പാകുന്നു എന്ന്. ഈ വ്യക്തി ഇത് പറയുമ്പോ സ്വാഭാവികമായും ഇത് കേൾക്കുന്ന ആളുകൾ ചോദിക്കുമല്ലോ, നിങ്ങൾ പറയുന്നു ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചെരുപ്പാകുന്നു എന്ന്. എന്നാൽ നിങ്ങൾ ഈ പറയുന്ന കാര്യം ഞങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് വിശ്വസിക്കുക? എന്തടിസ്ഥാനത്തിൽ ഞങ്ങൾ വിശ്വസിക്കണം? നിങ്ങൾ പറയുന്നു ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെരുപ്പാകുന്നു എന്ന്. ഇനി മറ്റൊരു വ്യക്തി വരുന്നു, അദ്ദേഹം പറയുന്നു ഒരു ഷർട്ടുമായി കൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷർട്ടാകുന്നു, കുപ്പായമാകുന്നു എന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന ആളുകൾ സ്വാഭാവികമായും ചോദിക്കുമല്ലോ, ഞങ്ങൾ ഇത് വിശ്വസിക്കണം. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇത് വിശ്വസിക്കുക? ഇത് നബി തങ്ങളുടെ ചെരുപ്പാണെന്ന് നിങ്ങൾ പറയുന്നു, നബി തങ്ങളുടെ ഷർട്ട് നിങ്ങൾ എന്താണ് വിശ്വസിക്കുക? ഈ ചോദ്യം സ്വാഭാവികമാണല്ലോ. ഈ ചോദ്യത്തിന് ഒരു ന്യായമായ മറുപടി ആവശ്യമല്ലേ? ഇവിടെ പല സംഗതികളുമുണ്ട്. അഥവാ ഇങ്ങനെ ഒരു വ്യക്തി വന്നുകൊണ്ട് നബി തങ്ങളുടെ ചെരുപ്പാകുന്നു എന്ന് പറയുന്നു, മറ്റൊരു വ്യക്തി ഒരു കുപ്പായം എടുത്തുകൊണ്ട് നബി തങ്ങളുടെ കുപ്പായമാണ്, വസ്ത്രമാകുന്നു എന്ന് പറയുന്നു. ഇത് പറയുമ്പോ ശ്രോതാക്കൾ, ഇവിടെയുള്ള ഓഡിയൻസ്, ഇവിടെയുള്ള കേൾവിക്കാർ ഇത് എങ്ങനെയാണ് ഇത് വിശ്വസിക്കുക? ഒന്നുകിൽ ഈ പറയുന്ന വ്യക്തിയെ വിശ്വസിക്കണം. ഈ പറയുന്ന വ്യക്തി അദ്ദേഹം കളവ് പറ്റ വ്യക്തിയാണ്, നല്ല മനുഷ്യനാണ്,
അതിന്റെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കണം. അതല്ലെങ്കിൽ മതിയായ തെളിവുകൾ വേണം. ഇത് ഏതൊരു വ്യക്തിക്കും ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമല്ല ഇത്. ഇവിടെ സാക്ഷാൽ കാന്തപുരം ഒരു മുടിയുമായി വന്ന് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയാകുന്നു എന്ന് പറഞ്ഞു. കാന്തപുരത്തെക്കുറിച്ച് ഏതൊരാൾക്കും അറിയാം, പ്രത്യേകിച്ച് സമസ്തയുടെ ഉലമാഇനും അറിയാം. അദ്ദേഹത്തിന്റെ വ്യക്തിജീവിതം, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ വാക്കുകൾ, അദ്ദേഹം ധാരാളം വൈരുദ്ധ്യങ്ങളും ധാരാളം ഇല്ലാത്ത സംഭവങ്ങളും വളരെ പച്ചയായിക്കൊണ്ട് പറയാൻ യാതൊരു മടിയും കാണിക്കാത്ത, പലതും അങ്ങനെ കളവാണെന്ന് ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്ന രൂപത്തിൽ തെളിഞ്ഞ ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ആ നിലയ്ക്ക് തന്നെ അദ്ദേഹം വന്നുകൊണ്ട് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയാകുന്നു എന്ന് പറയുമ്പോൾ വെറും ആ ഒരു വ്യക്തിയെ മാത്രം കണ്ടുകൊണ്ട് ഈ സംഗതി വിശ്വസിക്കുക എന്നുള്ളത് ആ വ്യക്തിയെക്കുറിച്ച് പരിചയമുള്ള ഒരാൾക്കും അംഗീകരിക്കാൻ കഴിയാത്ത വിഷയമാണ്. അത് കേട്ടിട്ടുണ്ടോ അല്ല അങ്ങനെ ഉണ്ടോ, അത്രയും കൂടുതൽ മുടികൾ ഉണ്ടോ എന്നൊന്ന് പറഞ്ഞെന്നാ നന്നായിരുന്നു. ഹസ്രജിയുടെ കയ്യിൽ തന്നെ അത്ര ഉണ്ട് എന്ന് ഏപ്പിക്കാരിൽ ആരും വിശ്വസിച്ചിരുന്നില്ല. ഈ മുടിയുടെ സംഭവം പുറത്തുവരെ ഹസ്രജിയുടെ കയ്യിൽ തന്നെ എത്ര വലിയ മുടിയുടെ ശേഷം എന്ന് പറഞ്ഞു. അത് അംഗീകരിക്കാൻ അവർ തയ്യാറായില്ല. അതൊക്കെ നമ്മൾ കെട്ടിപ്പടച്ചുണ്ടാക്കിയതാണ് എന്നായിരുന്നു ആദ്യത്തെ പ്രചരണം. ഞാൻ പറഞ്ഞത് കേട്ടോ? എന്നെ കേൾക്കുന്നുണ്ടോ? ഇതൊക്കെ ഉണ്ടാക്കിയതാണ് എന്ന് പിന്നെ അവരുടെ ഉസ്താദുമാര് പ്രസംഗിക്കുന്ന പ്രസംഗത്തിന്റെ ക്ലിപ്പുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല, അങ്ങനത്തെ ഒരു സംഭവം തന്നെ ഇല്ല എന്നായിരുന്നു അവരുടെ അഭിപ്രായം. അപ്പൊ അങ്ങനത്തെ ലോകത്ത് ആരും ഇത്ര വലിയ ശേഖരം ഉള്ളതായിട്ട് ആരും രേഖപ്പെടുത്തിയിട്ടില്ല. മാത്രമല്ല, രേഖപ്പെടുത്തിയ ഒരാളും ഹസ്രജിയുടെ കയ്യിൽ അബൂദാബിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശം ഉള്ളതായിട്ടും രേഖപ്പെടുത്തി വെക്കപ്പെട്ടിട്ടില്ല. ഒറ്റ മുടി ഉള്ളതായിട്ട് പോലും രേഖപ്പെടുത്തിയിട്ടില്ല. പിന്നെ എത്ര വലിയ കൊല! അപ്പൊ ഇത് എവിടെയും സംഭവം ഉള്ള സ്ഥലങ്ങളിൽ തന്നെ എത്ര വലിയ കൊലയില്ല. ഇനി ഒന്നാണെങ്കിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശമുണ്ട് എന്ന് അബൂദാബിയിലുണ്ട് എന്ന് ആരും രേഖപ്പെടുത്തി വെക്കപ്പെട്ടിട്ടില്ല. കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നില്ല? സൗണ്ടില്ല? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ല? മൈക്കിന് പ്രശ്നമാണ്. കേൾക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, ഇല്ലാന്ന് പറയുന്നുണ്ട്. പക്ഷേ ഉസ്താദ്, ഞാൻ ഒരു ഹമീദ് ഫൈസിന്റെ ഒരു പ്രഭാഷണം ഞാൻ കേട്ടിരുന്നു. അതായത് അദ്ദേഹം ഒരിക്കൽ പ്രസംഗിച്ചു, ഹസ്രജിന്റെ കയ്യിലും മുടിയുള്ളതായിട്ടും അതിനെ ചരിത്ര രേഖകൾ കാണിക്കുന്നുണ്ട് പറഞ്ഞിട്ടും അതിന് സിൽസിലകൾ ഉണ്ടെന്നും എന്നൊക്കെയുള്ള ഒരു പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോ ഉസ്താദ് പറഞ്ഞു, അത് ഹസ്രജിന്റെ കയ്യിൽ ഹസ്രജിന്റെ മുടി ഇല്ല എന്ന് പറഞ്ഞ തെറ്റല്ലേ? ഹലോ, ബഹുമാനപ്പെട്ട ഇബ്രാഹിം VKD എന്ന് പറയുന്ന ഐഡിയിലുള്ള സുഹൃത്ത് പറഞ്ഞത് ഞാൻ കേട്ടു. അതായത് ഹസ്രജിയുടെ കയ്യിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശം ഉണ്ട് എന്നാണ് പറഞ്ഞത്. അതിന് സിൽസിലകൾ ഉണ്ട് എന്നും മുടിക്ക് സിൽസില ഉണ്ട് എന്നും ഹസ്രജിയുടെ കയ്യിൽ മുടിയുണ്ട് എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെക്കപ്പെട്ടിട്ടുണ്ട് എന്നും ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ പ്രഭാഷണത്തിൽ ബഹുമാനപ്പെട്ട നമ്മുടെ ഇബ്രാഹിം VKD കേട്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. സത്യത്തിൽ ഇബ്രാഹിം VKD അത് കേട്ടിട്ടുണ്ടോ?
നിങ്ങൾ കേട്ടു എന്ന് പറയുന്നത് സത്യം തന്നെയാണോ? സത്യം ആണെങ്കിൽ രസടിക്കും. ഖസ്റജിയുടെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരികേശമുണ്ട് എന്നും അതിന് സിൽസിലകൾ ഉണ്ട് എന്നും അത് ചരിത്ര ഗ്രന്ഥങ്ങളിൽ അത് രേഖപ്പെടുത്തി വെക്കപ്പെട്ടിട്ടുണ്ട് അവിടെ തിരികേശം ഉള്ളത് എന്നും ഇബ്രാഹിം VKD എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട സുഹൃത്ത് കേട്ടിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ഒന്ന് കേൾപ്പിക്കാൻ പറ്റുമോ? അങ്ങനെ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് പറഞ്ഞതായിട്ട് സിൽസിലകളുള്ള മുടി, സിൽസിലുള്ള ചരിത്ര ഗ്രന്ഥങ്ങളിൽ പിന്നെ രേഖപ്പെടുത്തി വെക്കപ്പെട്ട മുടി, ഇതാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഖസ്റജിയുടെ മുടിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്നാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം VKD അഭിപ്രായം. അങ്ങനെയുള്ള ഒരു അഭിപ്രായം ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് പറഞ്ഞതായിട്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം VKDക്ക് ഈ ആളുകളെ കേൾപ്പിക്കാൻ കഴിയുമോ? കഴിയോ? VKD, ഇബ്രാഹിം VKD, അത് കേൾപ്പിക്കാൻ നിങ്ങൾ കഴിയോ? ഇബ്രാഹിം VKD, അത് കേൾപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? കഴിയും എങ്കിൽ രസടിക്കും. ബഹുമാനപ്പെട്ട ഇബ്രാഹിം VKD, എല്ലാവരും ശ്രദ്ധിക്കുക. ബഹുമാനപ്പെട്ട ഇബ്രാഹിം VKD അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ ഉസ്താദിന്റെ പ്രഭാഷണം നമ്മളെ കേൾപ്പിക്കുകയാണ്. സിൽസിലകളുള്ള മുടിയാണ് എന്നും ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെക്കപ്പെട്ടതാണ് അവിടുത്തെ തിരുകേശമെന്നും എന്നുള്ളത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം VKD നമ്മളെ കേൾപ്പിക്കാൻ പോവുകയാണ്. എല്ലാവരും സാഗൂതം അത് കേൾക്കണം. അതുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് തന്നെ ചർച്ച മുന്നോട്ട് കൊണ്ടുപോവുകയും വേണം. ബഹുമാനപ്പെട്ട ഇബ്രാഹിം VKDയെ എല്ലാ ആദരവുകളോടുകൂടിയും നമ്മൾ മൈക്കിലോട്ട് ഹാർദവമായി ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണം എന്ന് ഇബ്രാഹിം VKD പറഞ്ഞിട്ടുണ്ട്. 5 മിനിറ്റല്ല, 5 മണിക്കൂറല്ല, 5 ദിവസമല്ല, 5 വർഷം ഇൻഷാല്ലാ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാം. ഒരു പ്രശ്നവും ഇൻഷാല്ലാ നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ പോകരുത് എന്ന് മാത്രമേ ഉള്ളൂ. ഗഫൂർ ഉസ്താദ് ഉള്ളത് കൊണ്ട് മുടി ഇടക്ക് കുടുങ്ങിയത് കൊണ്ട് ഉസ്താദ് ഒരു സംശയം കുറെ ദിവസമായി ചോദിക്കണമെന്നും വിചാരിക്കുന്നു. ഉസ്താദ്, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വേദിയിൽ വന്നവരോട് മുടി വല്ലാതെ വളർത്തിയവരൊക്കെ അത് വെട്ടാൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിലേക്ക് വന്ന മുമ്പിൽ 2 മുടി വളർത്തിയ ആളോട് അത് പിടിച്ചിട്ട് ഇത് ജൂതന്മാരുടെ ഏർപ്പാടാണ്, അതുകൊണ്ട് ആ മുടി വെട്ടണം എന്നൊക്കെ പറഞ്ഞു. എന്നാൽ ഈ നീളമുള്ള മുടിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോലും സന്നദ്ധരാകാത്ത കൂട്ടർ, മാളത്തിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന കൂട്ടർ, അവരുടെ ശവത്തിൽ നിന്ന് പേനുകൾ കൊഴിഞ്ഞു പോകുന്നത് പോലെ ആളുകൾ കൊഴിഞ്ഞു പോകുന്നത് തടയാൻ വേണ്ടി അവർ ഉള്ളിൽ കൂടി അവരുടെ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി അത് വലുതായിരുന്നു, അത് ഗദായിറുകളായിരുന്നു, അത് നെഞ്ചിലേക്ക് വീണിരുന്നു. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 6 വർഷത്തോളം മുടി വെട്ടാത്ത ആളായിരുന്നു എന്ന് വാക്കിദി എന്നുള്ള ഒരാളുടെ ഇബാറത്തോ മറ്റെന്തോ പറഞ്ഞിട്ടാണ് അവർ ഉദ്ധരിക്കുന്നത് സിറാജ് ബത്തത്തിൽ. ആരാണ് ഈ വാക്കിദി? അങ്ങ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 6 വർഷത്തോളം മുടി വെട്ടാത്ത ഒരാളായിരുന്നോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത്ര വലിയ മുടി ഉണ്ടായിരുന്നോ? നമ്മൾക്ക് ഈ ഇവർ പറയുന്ന ഗദായിർ, മങ്കി ബൈഹി എന്നൊക്കെ പറയുന്ന പുതിയ പുതിയ വേർഡൊക്കെ അവർ കൊണ്ടുവന്നിട്ട് അതിനൊക്കെ അങ്ങനെയാണ് അർത്ഥം എന്നൊക്കെ പറയുന്നു. അപ്പൊ ഉസ്താദ് അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിച്ചാൽ വളരെ നന്നായിരുന്നു. മൈക്ക് റിലീസ് ചെയ്യുന്നു. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, അങ്ങനെയുള്ള പല കള്ള കഥകളും പല കള്ള കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചും അവിടുത്തെ ഷഅറിനെ കുറിച്ചും മുടിയെക്കുറിച്ചും പറഞ്ഞാലേ ഇവർക്ക് ഇവരുടെ ഈ വ്യാജ മുടി കൊണ്ട് അവർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ചില സാമ്പത്തിക ഇടപാടുകളും അതിനുള്ള ഒരു വഴിയുമായി കൊണ്ട് അതിനെ സ്വീകരിക്കാൻ സാധിക്കൂ എന്നുള്ള ഒരു തിരിച്ചറിവ് ആയിരിക്കാം അവരെ ഇത്തരത്തിൽ ഹദീസുകളും ചരിത്രങ്ങളും ദുർവ്യാഖ്യാനം ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ അവരൊരു കാര്യം മനസ്സിലാക്കണം, ഇവർ ഹദീസുകളെയും ചരിത്രങ്ങളെയും ഏത് രീതിയിൽ ദുർവ്യാഖ്യാനം ചെയ്താലും ശരി, അവരുടെ കയ്യിലുള്ള ഉണ്ടെന്ന് പറയപ്പെടുന്ന ആ മുടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണെന്ന് തെളിയിക്കുവാൻ അവർക്ക് സാധ്യമല്ല. ഒദായിർ എന്നോ മങ്കിബൈഹി എന്നോ ഏത് ഇബാറത്താവട്ടെ, ഹദീസുകളിലോ ചരിത്രങ്ങളിലോ ഒന്നും തന്നെ
ഇവർ പറയപ്പെടുന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുടി നീട്ടി വളർത്തിയിരുന്നു എന്ന് തെളിയിക്കുവാനോ സ്ഥിരപ്പെടുത്തുവാനോ ഒരാൾക്കും തന്നെ സാധ്യമല്ല. അങ്ങനെ ആർക്കെങ്കിലും കഴിയുമെന്ന് തോന്നുന്നെങ്കിൽ അവർക്ക് മൈക്കിലേക്ക് വരാം, ആ വിഷയങ്ങൾ സമർത്ഥിക്കുകയും ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശബ്ദം കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. മർക്കസിൽ ഉള്ള വ്യാജ മുടിയെ കുറിച്ചാണ് സംശയം ചർച്ച നടത്തുന്നത്. നമ്മുടെ ചർച്ച അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്പസമയം മുമ്പ് ഞാൻ മർക്കസിൽ ഫോൺ വിളിച്ചിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഒരു മാന്യദേഹം ഫോൺ എടുക്കുകയും അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, മർക്കസിലുള്ള വ്യാജ മുടിയെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ഷാറെ മുബാറക്കിനെ കുറിച്ചാണ് സംശയം. നിങ്ങൾ പത്രത്തിൽ ആഡ് കൊടുത്തിരുന്നു, പരസ്യം കൊടുത്തിരുന്നു, ഇതിനെ കുറിച്ച് ആരും സംസാരിക്കരുത്, എന്തെങ്കിലും ലേഖനങ്ങളോ അല്ലെങ്കിൽ സീഡികളോ ഇറക്കുകയാണെങ്കിൽ മർക്കസുമായി ബന്ധപ്പെടണമെന്ന് ഞാൻ അതിനെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, ആ ഷാറെ മുബാറക്കിനെ കുറിച്ച് പരസ്യപ്പെടുത്താൻ എന്ന് മർക്കസ് തന്നെ സ്വന്തം അത് ഏറ്റെടുത്തിരിക്കുകയാണ്, പുറത്തിൽ നിന്ന് ആരെയും അനുവദിക്കുന്നതല്ല എന്നും. വീണ്ടും അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, എന്നാൽ മർക്കസിലെ സമ്മേളനത്തിൽ കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാറും അതേപോലെ തന്നെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയും ഇത് ഷാറെ മുബാറക്കിന്റെ സന്നദ്ധത ഞങ്ങൾ വായിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ചാനലിലും അതേപോലെ തന്നെ പ്രസ് മീറ്റിലും ക്ലിപ്പുണ്ട്, പക്ഷെ എന്റെ അടുത്ത് സ്റ്റീരിയോ മിക്സ് ഇല്ലാത്തത് കൊണ്ട് അത് പ്ലേ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. ആയിരിക്കും എന്റെ മൊബൈലിലാണ് അത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവസാനം ഞാൻ വീണ്ടും അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ സനദ് ഉണ്ട് എന്ന് മർക്കസ് സമ്മേളനത്തിൽ പറയുകയും അതിനുശേഷം പ്രസ് മീറ്റിലും അതേപോലെ തന്നെ റിപ്പോർട്ടർ ചാനൽ കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ സനദ് ഞങ്ങളുടെ അടുത്ത് ഇല്ല, അത് ഹസ്രജിന്റെ അടുത്താണ്, അടിരേഖ അവിടെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് രണ്ടും വ്യത്യാസമാണല്ലോ, തമ്മിൽ യോജിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞതിന് അവിടെ നിന്ന് സി ഫൈസി ആണ് എന്ന് തോന്നുന്നുണ്ട്. ഒരു മാന്യദേഹം എന്നോട് പറഞ്ഞത്, അത് രണ്ടും രണ്ട് വിഭാഗത്തിന് വേണ്ടിയാണ് മറുപടി പറഞ്ഞത്, അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല, അത് രണ്ടും രണ്ട് വിഭാഗത്തിന് വേണ്ടിയാണ് ഞങ്ങൾ പറഞ്ഞത് എന്ന്. വീണ്ടും ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ്, ഇല്ല നിങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ല. ഞാൻ വീണ്ടും ചോദിച്ചെന്നാൽ കുറച്ചും കേൾക്കുന്നില്ല. ഇല്ല കുറച്ചും കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ അദ്ദേഹം അവിടെ നിന്ന് ഫോൺ കട്ട് ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷമാണ് അല്പസമയം മുമ്പ് എനിക്കുള്ള ഒരു അനുഭവം ഉണ്ടായത് എന്ന് മാത്രം സാന്ദർഭികമായി പറഞ്ഞുകൊണ്ട് തൽക്കാലം മൈക്ക് ഫ്രീ ആക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കാമോ? ഫുർസതൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ചെറിയൊരു സംശയം ചോദിക്കാനാണ്. ഇപ്പം നമ്മളിങ്ങനെയൊക്കെ പറഞ്ഞിട്ടും പല രൂപത്തിലുള്ള സംസാരങ്ങൾ സംസാരിച്ചിട്ടും ഇപ്പൊ പുറത്തു വരുന്നതൊക്കെ കാന്തപുരത്തിനും കൂട്ടർക്കൊക്കെ അവാർഡും ആദരവും കിട്ടുന്ന ഒരു രംഗമാണ്. അപ്പൊ അതൊക്കെ ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത് എന്ന് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മർക്കസിലും അല്ലെങ്കിൽ കാരന്തൂര് മർക്കസിലും അവരെ സ്ഥാപനങ്ങളൊക്കെ പോയി ഒന്ന് സംശയ നിവാരണം നടത്തി ഒന്ന് പഠിക്കാം എന്നുള്ള ഒരു സാഹചര്യം, അല്ലെങ്കിൽ പോയി പഠിക്കുന്നത് നമുക്ക് ജായിസാണോ? കാരണം ഇപ്പൊ പ്രത്യേകിച്ച് പ്രവാസി ഭാരത അവാർഡ് കാന്തപുരത്തിന് നമ്മൾ കച്ചവട സംഭവങ്ങളുടെ 110 കോടിന്റെ ചാനൽ ഉണ്ടാക്കി നമുക്ക് അംഗീകാരം കിട്ടുന്നില്ല. അവർക്കാണെങ്കിൽ എല്ലാ ഭാഗത്തും 500 ആളുകളെ ലോകത്തെ സ്വാധീനിച്ച വ്യക്തികളിൽ ഒരാളായിട്ട് കാന്തപുരത്തെ തെരഞ്ഞെടുത്തു. ഒരുപാട് ആദരങ്ങൾ അവർക്ക് ലഭിക്കുന്നു, നമുക്കാണെങ്കിൽ ഒന്നും കിട്ടുന്നില്ല. നമ്മളിപ്പോ 110 കോടി ചാനലിന്റെ അതാണ് ചോദ്യം സാറാണ്. പക്ഷെ വല്ലാതെ അങ്ങനെ അങ്ങോട്ട് കൊണ്ടോണ്ട. അതായത് 500 ആളുകളെ കാന്തപുരം സ്വാധീനിച്ചു, അതിന് അയാൾക്കൊരു അവാർഡ് കിട്ടി. 42 കുട്ടികളെ നമ്മളെ മറ്റേ മൂല്യരുണ്ടല്ലോ ഉസ്മാൻ സഖാഫി പയ്യനടം സ്വാധീനിച്ചു, അയാൾക്ക് അവാർഡും പേവാർഡും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾ അറിഞ്ഞോ? അപ്പൊ അങ്ങനെ ബല സ്വാധീനിച്ചതിനും അവാർഡ് കിട്ടിയതിനും ഒക്കെ പാടെ നമ്മൾ മറുപടി പറയാൻ നിന്നാൽ പിന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അയാള് ആത്മീയത കണ്ടുപിടിക്കപ്പെട്ട ജൂറി ആരാ?
അയാൾക്ക് ആത്മീയ നായകനാണ് അദ്ദേഹം എന്നതിന് അദ്ദേഹത്തിന്റെ സ്പിരിച്വൽ എന്താണ് എന്തിനാൾക്ക് അവാർഡ്